നിയമസഭാ സ്പീക്കറായി എം.പി. രാജേഷ് തെരഞ്ഞെടുക്കപ്പെട്ടു. എം.പി. രാജേഷിന് ലഭിച്ചത് 96 വോട്ട്. പി.സി. വിഷ്ണുനാഥിന് 40 വോട്ടും ലഭിച്ചു. എം.പി. രാജേഷ് കഴിവും അനുഭവവും സമന്വയിച്ച വ്യക്തിയെന്ന് മുഖ്യമന്ത്രി. സർക്കാരിന്റെ ഉത്തരവാദിത്തം നിർവഹിക്കാനും അംഗങ്ങളുടെ അവകാശം സംരക്ഷിക്കാനും രാജേഷിന് കഴിയട്ടെ എന്ന് മുഖ്യമന്ത്രി ആശംസിച്ചു. സഭയ്ക്ക് പുറത്ത് രാഷ്ട്രീയം പറയുമെന്ന എം.പി. രാജേഷിന്റെ നിലപാടിനെ തുടക്കത്തിൽ തന്നെ വിമർശിച്ച് പ്രതിപക്ഷം. സ്പീക്കർ സഭയ്ക്ക് പുറത്ത് രാഷ്ട്രീയം പറഞ്ഞാൽ അതിന് മറുപടി പറയേണ്ടി വരുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഇത്തരം പ്രസ്താവന സ്പീക്കർ ഒഴിവാക്കണം. പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനത്തിന് എല്ലാ പിന്തുണയും പുതിയ സ്പീക്കറിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതായും സതീശൻ. കക്ഷി രാഷ്ട്രീയത്തിന്റെ ഭാഗമായി അഭിപ്രായം പറയുമെന്നല്ല പറഞ്ഞതെന്ന് സ്പീക്കർ എം.പി. രാജേഷിന്റെ മറുപടി. പൊതുവായ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക വിഷയങ്ങളിൽ മറുപടി പറയുമെന്നാണ് പറഞ്ഞത്. സ്പീക്കർ പദവി മാനിച്ചായിരിക്കും അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ. പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്നും സ്പീക്കർ ഉറപ്പു നൽകി. സഭയുടെ അന്തസ്സും ഉന്നത മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുമെന്ന് എം.പി. രാജേഷ്. എം.പി. രാജേഷ് മികച്ച സ്പീക്കറായിരിക്കുമെന്ന് മുൻ സ്പീക്കർ പി. ശ്രീരാമകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ കൈകളിൽ നിയമസഭയുടെ അധ്യക്ഷ സ്ഥാനം സുരക്ഷിതമായിരിക്കുമെന്നും ശ്രീരാമകൃഷ്ണൻ. സഭാനാഥൻ ഏറ്റവും അധികം സംരക്ഷിക്കേണ്ടത് പ്രതിപക്ഷത്തെയാണെന്ന് പി. കെ. കുഞ്ഞാലിക്കുട്ടിയും പി. ജെ. ജോസഫും. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീഷിനെതിരെ എൻ.എസ്.എസ്. സതീശൻ സ്ഥാനലബ്ധിയിൽ മതിമറക്കുന്നുവെന്ന് എൻ.എസ്.എസ്. ആരോപണം. മതസാമുദായിക സംഘടനകളെ നിലവാരം കുറഞ്ഞ ഭാഷയിൽ വിമർശിക്കുന്നത് ആർക്കും യോജിച്ചതല്ലെന്ന് ജനറൽ സെക്രട്ടറി ജി. സുകുമാരൻ നായർ. സതീഷിന്റെ നിലപാട് തന്നെയാണോ കോൺഗ്രസിനെന്ന് പാർട്ടി വ്യക്തമാക്കണമെന്ന് സുകുമാരൻ നായർ. സമുദായ സംഘടനകളെ ചേർത്ത് നിർത്തുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിരുന്നത്. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് എൻ.എസ്.എസ്. ആസ്ഥാനത്തെത്തി സതീശൻ സഹായം അഭ്യർത്ഥിച്ചിരുന്നു. സഹായം ലഭിച്ച ശേഷം സാമുദായിക സംഘടനകളെ തള്ളിപ്പറയുന്നത് ശരിയല്ല എന്നും സുകുമാരൻ നായർ. നിയമസഭയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ വിമർശനവുമായി കെ.ബി. ഗണേഷ് കുമാർ എം.എൽ.എ. നിയമസഭാ സമിതികളെ പുച്ഛിച്ചു തള്ളുന്ന ജില്ലാ കളക്ടർമാരുണ്ട്. ഇത്തരം പ്രവണതകൾ നീക്കാൻ സ്പീക്കർ ശ്രദ്ധിക്കണമെന്ന് ഗണേഷ് കുമാർ. ലക്ഷദ്വീപിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ സ്ഥലം മാറ്റത്തിന് ഹൈക്കോടതിയുടെ സ്റ്റേ. പ്രോസിക്യൂട്ടർമാരെ കോടതി ചുമതലകളിൽ നിന്ന് നീക്കി ഗവൺമെന്റ് ജോലികൾക്ക് നിയോഗിച്ച നടപടിയാണ് സ്റ്റേ ചെയ്തത്. അഡ്മിനിസ്ട്രേഷന്റെ നടപടി കോടതിയുടെ പ്രവർത്തനങ്ങൾ സ്തംഭിപ്പിച്ചെന്ന് കോടതി. സ്ഥലം മാറ്റം ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ വിശദീകരണം നൽകാനും ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷനോട് കോടതി ആവശ്യപ്പെട്ടു. ലക്ഷദ്വീപിൽ അഡ്മിനിസ്ട്രേറ്റർ നടപ്പാക്കുന്ന പരിഷ്കരണങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. നടപടികൾക്കെതിരെ ഓൺലൈൻ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വിമർശനങ്ങൾ ഉയർന്നു. ദ്വീപ് ഡയറി എന്ന ന്യൂസ് പോർട്ടൽ കേന്ദ്ര സർക്കാർ തടഞ്ഞു. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ കെ പട്ടേലിന്റെ മൊബൈൽ നമ്പറിലേക്ക് സന്ദേശം അയച്ച 4 പേരെ കസ്റ്റഡിയിലെടുത്തു. ഗുജറാത്തിലെ കമ്പനികളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പാലുൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനാണ് ദ്വീപ് നിവാസികളുടെ തീരുമാനം. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററുടെ നടപടികളെ അപലപിച്ചുകൊണ്ട് സിപിഎമ്മും കോൺഗ്രസും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത്. നിരവധി ചലച്ചിത്ര പ്രവർത്തകരും സാംസ്കാരിക നായകരും പ്രതിഷേധ സ്വരമുയർത്തി. കേന്ദ്ര സർക്കാർ ബിജെപി അജണ്ട നടപ്പാക്കുകയാണെന്ന് രാഷ്ട്രീയ പാർട്ടികൾ ആരോപിച്ചു. കൊച്ചിയിലെ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് ഹൈബി ഈഡൻ എം.പി. രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും കത്തയച്ചു. സമാധാനത്തോടെ ജീവിക്കുന്നവരെ തകർക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ പരിഷ്കരണ നടപടികളെന്ന് ലക്ഷദ്വീപ് സ്വദേശിയായ ആസിഫ്. പിതാവിന്റെ ചികിത്സയ്ക്കായി കോഴിക്കോടെത്തിയതാണ് ആസിഫ്. ദ്വീപിലേക്കുള്ള തിരിച്ചുപോകലിൽ ആശങ്കയോടെ ആസിഫ്. ലക്ഷദ്വീപിലെ പുതിയ പരിഷ്കാരങ്ങളിൽ ആശങ്കയുണ്ടെന്ന് കൊച്ചിയിൽ കഴിയുന്ന ദ്വീപവാസികൾ. അഡ്മിനിസ്ട്രേറ്ററുടെ നിയമപരിഷ്കാരങ്ങളെ എതിർത്ത് ദ്വീപിലെ ബിജെപി ഘടകവും രംഗത്ത്. ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് പരിഷ്കാരങ്ങളെന്ന് ബിജെപി നേതാവ് കാസിം. ജനം പ്രതികരിക്കുന്നതിൽ തെറ്റ് പറയാനാകില്ലെന്നും ബിജെപി ലക്ഷദ്വീപ് ഘടകം. എന്നാൽ പരിഷ്കാരങ്ങളെ ന്യായീകരിച്ച് കേന്ദ്രത്തിലെയും കേരളത്തിലെയും ബിജെപി നേതാക്കൾ രംഗത്ത്. പ്രതിഷേധങ്ങളെ പിന്തുണച്ചതിന് പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള സിനിമാ താരങ്ങളെ കെ. സുരേന്ദ്രൻ വിമർശിച്ചു. ലക്ഷദ്വീപിലെ അഡ്മിനിസ്ട്രേറ്റർ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണെന്ന് കോൺഗ്രസ്. എ.ഐ.സി.സി. പ്രതിനിധികൾ ലക്ഷദ്വീപിലേക്ക് പോകുമെന്ന് ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ. ലക്ഷദ്വീപിനെ മറ്റൊരു കശ്മീരാക്കാനാണ് ശ്രമം. കരിനിയമങ്ങളാണ് ലക്ഷദ്വീപിൽ നടപ്പാക്കുന്നതെന്നും കെ.സി. ലക്ഷദ്വീപിലെ പ്രശ്നങ്ങളിൽ സംസ്ഥാന സർക്കാർ ഇടപെടണമെന്ന് മുസ്ലിം ലീഗ്. ഇക്കാര്യത്തിൽ മതേതര കക്ഷികൾ ഒന്നിച്ചു നിൽക്കണം. നിയമ നടപടികൾ ആലോചിച്ചിട്ടുണ്ടെന്നും പി. കെ. കുഞ്ഞാലിക്കുട്ടി. ലക്ഷദ്വീപിലെ പരിഷ്കാരങ്ങളെ സംബന്ധിച്ച് സംസ്ഥാന വ്യാപകമായി കുപ്രചാരണങ്ങളാണ് നടക്കുന്നതെന്ന് ബിജെപി ദേശീയ ഉപാധ്യക്ഷൻ എ.പി. അബ്ദുള്ളക്കുട്ടി. പ്രദേശവാസികൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ്
ലക്ഷദ്വീപിൽ നടക്കുന്നത്. പൃഥ്വിരാജിനെ പോലുള്ള ചലച്ചിത്ര താരങ്ങൾ പറയുന്നത് പോഴത്തരമാണ്. ദ്വീപിനെ തീവ്രവാദ കേന്ദ്രമാക്കി മാറ്റാൻ ലക്ഷ്യം വെക്കുന്നവരാണ് കുപ്രചാരണങ്ങൾക്ക് പിന്നിലെന്നും AP അബ്ദുള്ളക്കുട്ടി. ബ്ലാക്ക് ഫംഗസ് ബാധിച്ചവരിൽ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് നൽകുന്ന മരുന്നിന് ക്ഷാമം രൂക്ഷം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 6 രോഗികൾക്ക് മരുന്ന് ലഭിക്കാത്തതിനാൽ ഇന്നലെ കുത്തിവയ്പ് മുടങ്ങി. പ്രമേഹം ഉൾപ്പെടെ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ബ്ലാക്ക് ഫംഗസ് ബാധിതർക്ക് കുത്തിവയ്ക്കുന്ന മരുന്നാണ് ലെപ്പോസോമൽ ആംഫോടെറിസിൻ. എന്നാൽ മരുന്നിപ്പോൾ സംസ്ഥാനത്ത് സ്റ്റോക്കില്ല. ബ്ലാക്ക് ഫംഗസിനുള്ള മരുന്നായ ആംഫോടെറിസിന്റെ വിഹിതം കൂട്ടി കേന്ദ്രം. രോഗം വ്യാപിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനങ്ങൾക്ക് 19,420 വയലുകളാണ് അനുവദിച്ചത്. ഇതുപ്രകാരം കേരളത്തിന് 70 അധിക വയലുകൾ ലഭിക്കും. രാജ്യത്ത് ആശങ്കയുയർത്തി യെല്ലോ ഫംഗസ് ബാധയും. ബ്ലാക്ക് ഫംഗസിനെയും വൈറ്റ് ഫംഗസിനെയുംക്കാൾ അപകടകാരിയാണ് യെല്ലോ ഫംഗസ് എന്ന് ആരോഗ്യ വിദഗ്ധർ. ശരീരത്തിലെ ആന്തരികാവയവങ്ങളെയാണ് യെല്ലോ ഫംഗസ് ബാധിക്കുക. തലവേദന, അലസത, വിശപ്പില്ലായ്മ, ദഹനക്കുറവ് തുടങ്ങിയവയാണ് യെല്ലോ ഫംഗസിന്റെ സാധാരണ ലക്ഷണങ്ങൾ. ശരീരഭാരം കുറയുക, മുറിവുകൾ ഉണങ്ങാതിരിക്കുക, കണ്ണുകളിൽ പഴുപ്പ് പ്രത്യക്ഷപ്പെടുക എന്നിവയും രോഗലക്ഷണം. കോവിഡ് ഭേദമായാലും ചിലരിൽ ഇവയെല്ലാം കാണാനിടയുള്ളതിനാൽ ഫംഗസ് ബാധയുടെ സ്ഥിരീകരണം വൈകാനിടയുണ്ട്. പ്രമേഹ രോഗികളിലും അവയവമാറ്റ ശസ്ത്രക്രിയ നടത്തിയവരിലും ഹോർമോൺ ചികിത്സയെടുക്കുന്നവരിലുമാണ് രോഗം കൂടുതൽ അപകടകാരിയാവുക. ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലാണ് ആദ്യം യെല്ലോ ഫംഗസ് സ്ഥിരീകരിച്ചത്. പഴയ ഭക്ഷണം ഉപയോഗിക്കാതിരിക്കുക എന്നതാണ് ഫംഗസ് ബാധ തടയാനുള്ള പ്രധാന മാർഗങ്ങളിലൊന്ന്. വൃത്തിയില്ലായ്മയും ഈർപ്പമുള്ള സാഹചര്യങ്ങളും ഫംഗസ് ബാധയ്ക്ക് കാരണമാകും. കഴുകി ഉപയോഗിക്കുന്ന മാസ്കുകൾ നന്നായി ഉണങ്ങിയില്ലെങ്കിലും അപകടകാരിയാകും. ബ്ലാക്ക് ഫംഗസിനും വൈറ്റ് ഫംഗസിനും ഉപയോഗിക്കുന്ന ആംഫോടെറിസിൻ തന്നെയാണ് യെല്ലോ ഫംഗസിനുമുള്ള മരുന്ന്. രാജ്യത്ത് കോവിഡ് രോഗവും മരണവും കുറഞ്ഞു. പ്രതിദിന വർധന 2 ലക്ഷത്തിൽ താഴെ. ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത് 1.96 ലക്ഷം പേർക്ക്. 2 ലക്ഷത്തിൽ താഴെ എത്തുന്നത് 41 ദിവസത്തിന് ശേഷം. രാജ്യത്ത് ഇന്നലെ കോവിഡ് മരണം 3511. 21 ദിവസത്തിനിടയിലെ കുറഞ്ഞ മരണ സംഖ്യ. മഹാരാഷ്ട്രയിൽ മരണം 592 കുറഞ്ഞു. ലക്ഷദ്വീപിൽ 10% പേർക്ക് കോവിഡ്. സംസ്ഥാനത്ത് വാക്സിൻ ക്ഷാമത്തിന് താൽക്കാലിക പരിഹാരം. കേന്ദ്രം അനുവദിച്ച കൂടുതൽ ഡോസ് വാക്സിൻ സംസ്ഥാനത്തെത്തിച്ചു. 3.5 ലക്ഷം കോവിഷീൽഡ് വാക്സിനാണ് ഇന്നലെ രാത്രി തിരുവനന്തപുരത്ത് എത്തിച്ചത്. 45 വയസ്സിന് മുകളിലുള്ളവർക്ക് നൽകാനുള്ള വാക്സിനാണിത്. തിരുവനന്തപുരത്ത് 98 കേന്ദ്രങ്ങളിൽ ഇന്ന് വാക്സിനേഷൻ നടത്തും. 18 വയസ്സ് മുതൽ 45 വയസ്സുവരെയുള്ളവർക്ക് ഓൺലൈൻ ടോക്കൺ നൽകുന്നതനുസരിച്ച് വാക്സിൻ നൽകും. വിദേശത്ത് പഠനത്തിനും ജോലിക്കുമായി പോകുന്നവർക്കും വാക്സിനേഷന് മുൻഗണന. 11 വിഭാഗങ്ങളെ കൂടി മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി. ഭക്ഷ്യ, സിവിൽ സപ്ലൈസ്, പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ്, സാമൂഹ്യനീതി വകുപ്പ് എന്നിവിടങ്ങളിലെ ഫീൽഡ് സ്റ്റാഫുകളെ പട്ടികയിൽ ഉൾപ്പെടുത്തി. മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കും ഭിന്നശേഷിക്കാർക്കും കോവിഡ് വാക്സിൻ നൽകുന്നതിന് പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തണമെന്ന ആവശ്യം ശക്തം. ഇവർക്കായി പഞ്ചായത്ത് തലത്തിൽ വാക്സിൻ വിതരണത്തിന് കേന്ദ്രങ്ങൾ വേണമെന്നാണ് ആവശ്യം. സ്പെഷ്യൽ സ്കൂളുകളിൽ ഉൾപ്പെടെ വാക്സിൻ നേരിട്ടെത്തിച്ച് നൽകണമെന്നും ആവശ്യം. ട്രിപ്പിൾ ലോക്ഡൌൺ നിലനിൽക്കുന്ന മലപ്പുറത്ത് കോവിഡ് പരിശോധന വർദ്ധിപ്പിച്ചു. തിങ്കളാഴ്ച 20,500 പേർക്ക് പരിശോധന നടത്തി. ഈ ആഴ്ച അവസാനം വരെ ഇതേ രീതിയിൽ പരിശോധന തുടരാൻ അധികൃതരുടെ ശ്രമം. ജില്ലയിൽ പോലീസ് നടപടി ശക്തമാക്കിയതോടെ പരാതികളും ഉയർന്നു തുടങ്ങി. കുപ്പിവെള്ളം പോലെ കൊണ്ടുനടക്കാൻ കഴിയുന്ന ചെറിയ ഓക്സിജൻ സിലിണ്ടറുകളുടെ വിൽപ്പന കേരളത്തിലും. കൊല്ലം കേന്ദ്രീകരിച്ചുള്ള സ്വകാര്യ കമ്പനിയാണ് 10 ലിറ്റർ ഓക്സിജൻ അടങ്ങിയ പോർട്ടബിൾ ഓക്സിജൻ സിലിണ്ടറുകൾ നിർമ്മിച്ച് വിൽപ്പന നടത്തുന്നത്. പാലക്കാട് മുതലമടയിലെ ആയുർവേദ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്കാണ് ഓക്സി സെക്യൂബൂസ്റ്റർ എന്ന പേരിലുള്ള ഓക്സിജൻ സിലിണ്ടറുകളുടെ വിതരണ ചുമതല. ചെറിയ ഓക്സിജൻ സിലിണ്ടർ ഉപയോഗിച്ച് 225 തവണ ശ്വാസം സ്വീകരിക്കാൻ കഴിയുമെന്ന് വിതരണക്കാർ. 10 ലിറ്റർ ശുദ്ധമായ ഓക്സിജൻ അടങ്ങിയ ഒരു സിലിണ്ടറിന്റെ ഭാരം 150 ഗ്രാം. 680 രൂപയാണ് ഒരു സിലിണ്ടറിന്റെ വിൽപ്പന വില. ശരീരത്തിൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞ് പ്രതിസന്ധി നേരിടുന്നവർക്ക് ഇത് സഹായകമാകുമെന്ന് വിതരണക്കാർ. കൊച്ചിയിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഇനി ഓട്ടോ ആംബുലൻസുകളും. എറണാകുളം ജില്ലാ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് സഹകരണ സംഘവും കൊച്ചി കോർപ്പറേഷനും സഹകരിച്ചാണ് ഓട്ടോ ആംബുലൻസ് സർവീസ്. അതീവ ഗുരുതരാവസ്ഥയിലല്ലാത്ത രോഗികളെയും സഹായികളെയും ആശുപത്രിയിൽ എത്തിക്കുകയാണ് പ്രധാന ദൌത്യം. കോവിഡ് പ്രതിരോധത്തിനാവശ്യമായ ഉപകരണങ്ങൾ ലഭ്യമാക്കാനും ഇവരുടെ സഹായമുണ്ടാകും. അർഹമായ പരിഗണന ലഭിക്കാതെ ആശാവർക്കർമാർ. കഴിഞ്ഞ 2 മാസത്തെ ശമ്പളം ഇതുവരെ ലഭിച്ചിട്ടില്ല. ആശാവർക്കർമാർക്ക് മെഡിക്കൽ ഇൻഷുറൻസ് ഏർപ്പെടുത്തണമെന്ന ആവശ്യവും ഇതുവരെ നടപ്പായില്ല. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മുൻനിരയിൽ നിൽക്കുമ്പോഴാണ് അവഗണന.
പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിഞ്ഞതിന് പിന്നാലെ വൈകാരികത നിറഞ്ഞ ഫേസ്ബുക്ക് കുറിപ്പുമായി രമേശ് ചെന്നിത്തല തന്റേത് ക്രിയാത്മക പ്രതിപക്ഷമായിരുന്നു എന്നും തനിക്ക് എത്രമാത്രം പിന്തുണ കിട്ടിയെന്ന് കാലം വിലയിരുത്തട്ടെ എന്നും ചെന്നിത്തല. സ്ഥാനമാനങ്ങളില്ലെങ്കിലും ജനങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നും ഫേസ്ബുക്ക് പോസ്റ്റ്. കോൺഗ്രസിലെ രണ്ടാം നിര പ്രവർത്തകരിലാണ് തനിക്ക് വിശ്വാസമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. രമേശ് ചെന്നിത്തല ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങൾ കൂട്ടായി ചർച്ച ചെയ്തുണ്ടാക്കിയതാണ്. മികവ് തന്നെയാണ് തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പരിഗണിക്കാൻ കാരണമെന്നും വി.ഡി. സതീശൻ. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് ഇന്ന് പിറന്നാൾ. 1956 മെയ് 25 ജനിച്ച രമേശ് ചെന്നിത്തല ഇന്ന് 65 വയസ്സ് പൂർത്തിയാക്കുന്നു. കാര്യമായ ആഘോഷ പരിപാടികളൊന്നും നിശ്ചയിച്ചിട്ടില്ല. നേരത്തെ പ്രതിപക്ഷ നേതാവിന്റെ ചുമതലയിലുണ്ടായിരുന്നപ്പോൾ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിൽ കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷം നടത്തിയിരുന്നു. നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് മറ്റു രാഷ്ട്രീയ തിരക്കുകളിലുമായിരിക്കും ഇന്ന് ചെന്നിത്തല. കെ.പി.സി.സി നേതൃമാറ്റം കൂട്ടായ ചർച്ചകളിലൂടെ തീരുമാനിക്കുമെന്ന് കെ.സി. വേണുഗോപാൽ. തോൽവി പഠിക്കാൻ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് വന്ന ശേഷം മാത്രമേ ഇക്കാര്യം ആലോചിക്കൂവെന്ന് കെ.സി. വേണുഗോപാൽ. മഹിളാ കോൺഗ്രസ് മുൻ അധ്യക്ഷ ലതിക സുഭാഷ് എൻ.സി.പിയിൽ ചേർന്നു. കോട്ടയത്ത് വാർത്താസമ്മേളനം നടത്തിയാണ് ലതിക എൻ.സി.പി പ്രവേശനം പ്രഖ്യാപിച്ചത്. കോൺഗ്രസിൽ നിന്ന് കൂടുതൽ വനിതകൾ ഉൾപ്പെടെ എൻ.സി.പിയിൽ എത്തുമെന്ന് ലതികയെ എൻ.സി.പി മഹിളാ വിഭാഗത്തിന്റെ സംസ്ഥാന അധ്യക്ഷയാക്കുമെന്ന് സൂചന. MBBS പരീക്ഷ ആൾമാറാട്ടത്തിൽ പോലീസിന് പരാതി നൽകി കൊല്ലം അസിസിയ മെഡിക്കൽ കോളേജ്. ക്രമക്കേടിൽ വിശദാന്വേഷണം വേണമെന്ന് കോളേജ് അധികൃതർ. 2011 കോളേജിൽ പ്രവേശനം നേടിയ 3 വിദ്യാർത്ഥികൾക്കായി മറ്റാരോ പരീക്ഷ എഴുതിയെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് കോളേജ് അധികൃതരുടെ നടപടി. 3ാം വർഷ ഉത്തരക്കടലാസിലാണ് തിരിമറി നടന്നത്. തൃശൂർ കൊടകര കുഴൽപ്പണക്കേസിൽ BJP സംഘടനാ ജനറൽ സെക്രട്ടറി M. ഗണേഷ്, ഓഫീസ് സെക്രട്ടറി ഗിരീഷ് എന്നിവരെ അന്വേഷണ സംഘം ദിവസങ്ങൾക്കകം ചോദ്യം ചെയ്യും. ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഇവർക്ക് ഉടൻ നോട്ടീസ് അയക്കും. മൊഴികളും തെളിവുകളും പരിശോധിച്ച ശേഷം അടുത്ത ഘട്ടത്തിൽ ചോദ്യം ചെയ്യേണ്ടവരുടെ പട്ടിക തയ്യാറാക്കും. പണം കൊടുത്തയച്ച കർണാടക സ്വദേശിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. കൊടകര കുഴൽപ്പണക്കേസിൽ BJP നേതാക്കൾ ഹാജരാകാതിരുന്നത് പോലീസിനോട് സംസാരിച്ചിട്ട് തന്നെയാണെന്ന് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് കെ. സുരേന്ദ്രൻ. ഹാജരാകില്ല എന്നല്ല, കൂടുതൽ സമയം വേണമെന്നാണ് പോലീസിനോട് ആവശ്യപ്പെട്ടത്. ഇത് പോലീസ് അനുവദിച്ചു. കേസ് BJPയുമായി ബന്ധിപ്പിക്കാൻ പോലീസ് മനഃപൂർവ്വം ശ്രമിക്കുകയാണെന്ന് സുരേന്ദ്രൻ. ഇസ്രായേലിൽ കൊല്ലപ്പെട്ട സൗമ്യയുടെ ഭർത്താവ് സന്തോഷിനും സഹോദരൻ സജിക്കുമെതിരെ കേസ്. ഇടുക്കി ചേലച്ചുവട് CSI മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ ഡോക്ടറെ മർദ്ദിച്ചെന്ന പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. ഇന്നലെ രാത്രി ഇവരുടെ ബന്ധുവായ ഒരു കുട്ടിയുടെ ചികിത്സയ്ക്കായി എത്തിയപ്പോഴാണ് സംഭവം. പരിക്കേറ്റ ഡോക്ടർ അനൂപിനെ തങ്കമണി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാനത്തെ BSc നഴ്സിംഗ് വിദ്യാർത്ഥികൾ പ്രതിസന്ധിയിൽ. ക്ലാസ് തീർന്ന് 8 മാസമായിട്ടും അവസാന വർഷ പരീക്ഷ നടക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ലോൺ എടുത്ത് പഠിച്ച വിദ്യാർത്ഥികൾ ദുരിതത്തിൽ. പഠന കാലാവധി പൂർത്തിയായതിനാൽ ലോൺ തിരിച്ചടയ്ക്കാൻ ബാങ്കുകൾ ആവശ്യപ്പെട്ടു തുടങ്ങി. രൂക്ഷമായ കടൽക്ഷോഭത്തെ തുടർന്ന് തകർന്ന ചെല്ലാനത്ത് സർക്കാർ 2 കോടി രൂപയുടെ അടിയന്തര സഹായം പ്രഖ്യാപിച്ചു. തീരദേശ മേഖലയിലെ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാനും തിരുവനന്തപുരത്ത് നടന്ന മന്ത്രിതല യോഗത്തിൽ തീരുമാനം. അടിഞ്ഞുകൂടിയിരുന്ന മണൽ ഒരാഴ്ചയ്ക്കകം നീക്കം ചെയ്യും. കടൽഭിത്തിയുടെ വിള്ളലുകൾ പരിഹരിക്കാനും ജിയോ ബാഗുകളുടെ കേടുപാട് മാറ്റുന്നതിനും 45 ലക്ഷം രൂപയുടെ പദ്ധതി ജൂൺ ആദ്യവാരം തുടങ്ങാൻ തീരുമാനം. വിദ്യാഭ്യാസ വകുപ്പ് തന്നെ കേരള വിദ്യാഭ്യാസ ചട്ടം ലംഘിച്ചതായി ആക്ഷേപം. അൺഎയ്ഡഡ് സ്കൂളുകളിൽ നിന്നും സർക്കാർ സ്കൂളുകളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് TC നിർബന്ധമല്ലെന്ന നിർദ്ദേശത്തിലൂടെ സർക്കാർ ചട്ടലംഘനം നടത്തിയെന്നാണ് പരാതി. തീരുമാനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ അംഗീകൃത സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. കോട്ടയം കടുത്തുരുത്തി പാലക്കരയിൽ പോലീസ് ജീപ്പും ചരക്ക് ലോറിയും കൂട്ടിയിടിച്ച് 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്ക്. കുറവിലങ്ങാട് CI സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. CI PS സാംസൺ, SI TR ദീപോ, ASI ഷിനോയ് തോമസ് എന്നിവർക്ക് പരിക്കേറ്റു. ആലപ്പുഴ ജില്ലയിൽ നെല്ല് സംഭരണത്തിലെ പാളിച്ച തുടരുന്നു. പത്തിയൂർ ഉള്ളിട്ട പുഞ്ചയിലെ നെല്ല് കൊയ്ത് 1 മാസം കഴിഞ്ഞിട്ടും സംഭരിച്ചിട്ടില്ല. പാഡി ഓഫീസറും ഏജന്റുമാരും മില്ലുടമകളും ചേർന്ന കർഷകരെ ചൂഷണം ചെയ്യാനുള്ള നീക്കമാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് കർഷകർ. ദേശീയ പുരസ്കാരത്തിന് വീണ്ടും അർഹനായി മാനന്തവാടി സ്വദേശി ഷാജി കേദാരം. ദേശീയ ജൈവ വൈവിധ്യ ബോർഡാണ് രാജ്യത്തെ മികച്ച കർഷകനായി ഷാജിയെ തെരഞ്ഞെടുത്തത്. 2 ദേശീയ അവാർഡ് ലഭിക്കുന്ന കർഷകൻ എന്ന അപൂർവ നേട്ടത്തിനും ഇതോടെ ഷാജി ഉടമയായി. സംസ്ഥാന കുടുംബശ്രീ മിഷന്റെ വെബ്സൈറ്റിലെ ഡാറ്റകൾ ചോരുന്നു. 7000-ലധികം വ്യക്തികളുടെ സമ്പൂർണ്ണ വിവരങ്ങൾ ചോർന്നതായി കണ്ടെത്തൽ. സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് കുടുംബശ്രീ വിവരം അറിയിച്ചിട്ടും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല.
വയനാട് റേഞ്ചിൽ ബാവലി കക്കേരിയിൽ വനത്തിൽ സ്ഥാപിച്ച കെണിയിൽ കരടി കുടുങ്ങി. കരടിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ തുടരുന്നു. ജമ്മുകശ്മീരിന്റെ രാജ്യാന്തര അതിർത്തിയിൽ മൊബൈൽ സേവനം ആരംഭിച്ച റിലയൻസ് ജിയോ. ബന്ദിപ്പോര, ഗുറേസ്, തുളയിൽ പ്രദേശങ്ങളിലാണ് ജിയോ സേവനം തുടങ്ങിയത്. പ്രദേശത്തെ ആളുകൾ ജിയോയ്ക്കും കരസേനയ്ക്കും ഭരണകൂടത്തിനും നന്ദി അറിയിച്ചു. ഗുരേസിലെ ദവാർ ആസ്ഥാനമാക്കി മൊബൈൽ ടവർ സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇന്ധനവിലയിൽ വീണ്ടും വർധന. കൂട്ടിയത് ഡീസൽ ലിറ്ററിന് 27 പൈസയും പെട്രോളിന് 24 പൈസയും. ഈ മാസം ഇന്ധനവില വർധന 13ാം തവണ. തിരുവനന്തപുരത്ത് പെട്രോൾ ലിറ്ററിന് 95 രൂപ 34 പൈസ, ഡീസൽ വില ലിറ്ററിന് 90 രൂപ 63 പൈസ. കൊച്ചിയിൽ പെട്രോൾ ലിറ്ററിന് 93 രൂപ 70 പൈസയും ഡീസൽ ലിറ്ററിന് 89 രൂപ 1 പൈസയുമാണ് വില. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട യാസ് ചുഴലിക്കാറ്റ് തീവ്ര ചുഴലിക്കാറ്റായി മാറി. നിലവിൽ ചുഴലിക്കാറ്റ് ഒഡീഷയിലെ പാരദ്വീപിൽ നിന്ന് 390 കിലോമീറ്റർ തെക്ക് അടുത്ത മണിക്കൂറുകളിൽ ശക്തി പ്രാപിച്ച് അതിതീവ്ര ചുഴലിക്കാറ്റായി മാറിയേക്കും. വടക്കൻ ഒഡീഷ, പശ്ചിമബംഗാൾ തീരങ്ങളെ ലക്ഷ്യമാക്കിയാണ് യാസ് നീങ്ങുന്നത്. വടക്കൻ ഒഡീഷയിലും പശ്ചിമബംഗാളിലും ശക്തമായ മഴയും കാറ്റും തുടങ്ങി. മേഖലയിൽ മുഴുവൻ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. നാളെ ഉച്ചയോടെ തീരം തൊടുന്ന യാസിന്റെ വേഗം 180 കിലോമീറ്റർ വരെ ആയേക്കാമെന്ന് പ്രവചനം. ചുഴലിക്കാറ്റിന്റെ ഭീഷണിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ച് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്ന ജോലികൾ പൂർത്തിയായി. കൊൽക്കത്ത ഹൈക്കോടതി നാളെയും മറ്റന്നാളും പരിഗണിക്കാൻ വെച്ചിരുന്ന കേസുകൾ മാറ്റിവെച്ചു. ഈ മേഖലയിൽ നങ്കൂരമിട്ടിരുന്ന കപ്പലുകളും ബാർജുകളും ബോട്ടുകളുമെല്ലാം കൊൽക്കത്തയിലെ തുറമുഖത്തേക്ക് അടുപ്പിച്ചു. ഇന്നും നാളെയും മധ്യ വടക്കൻ ബംഗാൾ ഉൾക്കടലിലും ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമബംഗാൾ, ബംഗ്ലാദേശ് എന്നിവയുടെ തീരപ്രദേശങ്ങളിലും മത്സ്യബന്ധനത്തിന് നിരോധനം. ഈ പ്രദേശങ്ങളിൽ ആഴക്കടൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെട്ടിരിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ ഉടൻ തന്നെ തീരത്ത് മടങ്ങിയെത്തണമെന്ന നിർദ്ദേശം. പുതിയ CBI ഡയറക്ടറെ ഉടൻ നിശ്ചയിച്ചേക്കും. ചുരുക്കപ്പട്ടികയിൽ കേരള DGP ലോക്നാഥ് ബെഹ്റയുടെ പേരില്ല. മഹാരാഷ്ട്ര DGP സുബോധ് കുമാർ, SSB ഡയറക്ടർ ജനറൽ KR ചന്ദ, ആഭ്യന്തര സുരക്ഷാ സ്പെഷ്യൽ സെക്രട്ടറി VSK കൗമുദി എന്നിവരുടെ പേരുകൾ അന്തിമ പട്ടികയിൽ. പുതിയ CBI മേധാവിയെ തെരഞ്ഞെടുക്കുന്ന നടപടിയിൽ അതൃപ്തിയും വിയോജിപ്പും പ്രകടിപ്പിച്ച കോൺഗ്രസ്. CBI ഡയറക്ടർ സ്ഥാനത്തേക്ക് പരിഗണിച്ച 109 പേരുടെ പട്ടികയിൽ നിന്ന് 16 പേരുകളുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കിയതിൽ നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്നാണ് ആരോപണം. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസും പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടങ്ങുന്ന സമിതിയുടെ ഉത്തരവിന് വിരുദ്ധമായിട്ടാണ് പട്ടിക തയ്യാറാക്കിയതെന്ന് വിമർശനം. വജ്രവ്യാപാരി മെഹുൽ ചോക്സിയെ കാണാതായെന്ന റിപ്പോർട്ടുകൾ പരിശോധിക്കാൻ ഒരുങ്ങി CBI. ആന്റിഗയിൽ നിന്നാണ് ചോക്സിയെ കാണാതായത്. മെഹുൽ ചോക്സി ക്യൂബയിലേക്ക് കടന്നിട്ടുണ്ടാകാമെന്നാണ് നിഗമനം. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് 14,000 കോടി രൂപ തട്ടിച്ച കേസിൽ പ്രതിയാണ് ചോക്സി. ഇസ്രയേലിലേക്കുള്ള വിമാന സർവീസ് ഇന്ത്യ പുനരാരംഭിക്കുന്നു. മെയ് 31 ആദ്യ വിമാനം ഇസ്രയേലിലേക്ക് പറക്കും. മെയ് 21 ശേഷം ഇസ്രയേൽ വിസ അനുവദിച്ചവർക്ക് യാത്ര ചെയ്യാം. അല്ലാത്തവർ വിസ പുതുക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഗുസ്തി താരം ഒളിമ്പ്യൻ സുശീൽ കുമാറിനെ സസ്പെൻഡ് ചെയ്ത റെയിൽവേ. തീരുമാനം സാഗർ റാണയെ മർദ്ദിച്ചു കൊന്ന സംഭവത്തിൽ സുശീൽ അറസ്റ്റിലായതിന് പിന്നാലെ. റെയിൽവേയിൽ സീനിയർ കൊമേഴ്ഷ്യൽ മാനേജറായിരുന്നു സുശീൽ കുമാർ. സുശീൽ കുമാറിന് വധശിക്ഷ നൽകണമെന്ന് സാഗർ റാണയുടെ മാതാപിതാക്കൾ. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് സുശീൽ കുമാർ കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ട്. കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണമെന്നും ആവശ്യം. പഞ്ചാബി നടൻ ദീപ് സിന്ധുവിനെതിരെ പഞ്ചാബ് പോലീസ് കേസെടുത്തു. ഫരീദ്കോട്ടിൽ കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് പൊതുപരിപാടിയിൽ പങ്കെടുത്തതിനാണ് കേസ്. ജയ്തു, മാട്ട എന്നീ ഗ്രാമങ്ങളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മാസ്ക് ധരിക്കാതെയാണ് സിന്ധു പങ്കെടുത്തത്. കോൺഗ്രസിന്റെ പേരിൽ വ്യാജരേഖ ചമച്ചു എന്ന ടൂൾ കിറ്റ് കേസിൽ കോൺഗ്രസ് നേതാക്കൾക്ക് നോട്ടീസ് അയച്ച് ഡൽഹി പോലീസ്. കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ വിഭാഗം മേധാവി രോഹൻ ഗുപ്ത, പാർട്ടി വക്താവ് MP രാജീവ് ഗൌഡ എന്നിവർക്കാണ് നോട്ടീസ്. കഴിഞ്ഞ ദിവസം BJP ദേശീയ വക്താവും IT സെൽ വിഭാഗം തലവനുമായി സാംബിത് പത്രയുടെ അടക്കം ചില BJP നേതാക്കളുടെ ട്വീറ്റുകളിലെ ഉള്ളടക്കം വ്യാജമാണെന്ന് ട്വിറ്റർ ഇന്ത്യ വെളിപ്പെടുത്തിയിരുന്നു. ഇതിൽ വിവാദമുണ്ടാക്കേണ്ട കാര്യമില്ല എന്നും നോട്ടീസ് നേരിട്ടെത്തി കൈമാറിയതിന് പിന്നിൽ മറ്റ് ലക്ഷ്യങ്ങളില്ലെന്നും ഡൽഹി പോലീസ്. രാഷ്ട്രീയത്തിൽ തുടരുമെന്ന് കമൽ ഹസൻ. മക്കൾ നീതിമയം ഇവിടെ തന്നെ ഉണ്ടാകും. കൂടുതൽ കരുത്തോടെ പാർട്ടി തിരിച്ചുവരും. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ രാജിവെച്ചു പോയത് ആവശ്യമില്ലാത്തവരെന്ന് കമൽ ഹസൻ.
സ്വർണ്ണാഭരണങ്ങൾക്ക് ഹാൾമാർക്കിംഗ് നിർബന്ധമാക്കുന്നത് 2021 ജൂൺ 15 വരെ നീട്ടിയതായി കേന്ദ്ര ഉപഭോക്തൃകാര്യ മന്ത്രി പീയൂഷ് ഗോയൽ. തീരുമാനം സ്വർണ്ണ വ്യാപാര സംഘടനകളുമായി നടത്തിയ ചർച്ചയിൽ BLS ഉദ്യോഗസ്ഥരും ജ്വല്ലറി അസോസിയേഷനുകളുടെയും ഒരു സംയുക്ത സമിതി രൂപീകരിച്ചതായും മന്ത്രി. ഇന്ത്യൻ ഓഹരി വിപണി ഇന്നും നേട്ടത്തോടെയാണ് വ്യാപാരം ആരംഭിച്ചത്. മുംബൈ ഓഹരി സൂചികയായ സെൻസെക്സ് 229 പോയിന്റ് ഉയർന്ന് 50,881-ലും ദേശീയ ഓഹരി സൂചികയായ നിഫ്റ്റി 17,274 പോയിന്റിലും ഇന്ന് വ്യാപാരം ആരംഭിച്ചു. കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ലോക്ഡൌൺ പ്രഖ്യാപിച്ച അർജന്റീന അടച്ചിടൽ മെയ് 30 വരെ. തീരുമാനം 25,000-ഓളം പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ കോപ്പ അമേരിക്ക ഫുട്ബോളിന് വേദിയാകാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെയാണ് അടച്ചുപൂട്ടൽ പ്രഖ്യാപനം. വിസ കാലാവധി അവസാനിക്കുന്നവർക്ക് തിരികെ US-ലേക്ക് മടങ്ങാൻ അനുമതി നൽകി US ഭരണകൂടം. ജനുവരിയിൽ വിസ കാലാവധി കഴിഞ്ഞവരോടാണ് ഡിസംബർ 2021 മുൻപായി തിരികെ എത്താൻ നിർദ്ദേശം നൽകിയത്. യൂറോ കപ്പിനുള്ള സ്പെയിൻ ടീമിൽ സെർജിയോ റാമോസ് ഇല്ല. റാമോസിന് തിരിച്ചടിയായത് പരിക്ക് ഭേദമാകാത്തത്. മാർച്ചിന് ശേഷം റാമോസ് കളിച്ചത് ഒരു മത്സരത്തിൽ മാത്രം. റാമോസ് ഇല്ലാത്തത് പ്രയാസമുണ്ടാക്കുന്നുവെന്ന് സ്പാനിഷ് കോച്ച് ലൂയിസ് എൻറിക്കെ. കടുത്ത തീരുമാനമാണെന്ന് അറിയാമെന്നും മറ്റു മാർഗമില്ലെന്നും കോച്ച്. സ്പെയിൻ ടീമിൽ റയൽ മാഡ്രിഡിൽ നിന്ന് ഒറ്റ താരം പോലുമില്ല. News18 Express പൂർണ്ണമാകുന്നു. നമസ്കാരം.